എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കമൻറ്റ് ബോക്സിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി പ്രൈവറ്റ് സ്കോളർഷിപ്സിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ ഇത് പ്രൈവറ്റ് സ്കോളർഷിപ്സ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള വീഡിയോ ആണ്. ഈ സ്കോളർഷിപ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഡൗട്ട്സ് ഇല്ലാണ്ട് അറിയണതിനായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നാഷണൽ സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് പരിമിതിയുണ്ട്. അതായത് ഇന്ത്യയിലത്തെ എല്ലാ സ്റ്റുഡൻസും അപ്ലൈ ചെയ്യുന്ന സ്കോളർഷിപ്പാണ് നാഷണൽ സ്കോളർഷിപ്പ്. അപ്പോൾ ഏറ്റവും മുന്നിൽ നന്നായി പഠിക്കുന്ന, അതായത് 95 എബോവ് മാർക്സ് ഉള്ളവർക്കാണ് അത് കൂടുതൽ ചാൻസ് കിട്ടാനായിട്ട്. എന്തായാലും ഒരു കുട്ടിക്ക് ഒരു സ്കോളർഷിപ്പിന് കൂടുതൽ വാങ്ങാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കാരണം പ്രൈവറ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ അഥവാ നമുക്ക് നാഷണൽ സ്കോളർഷിപ്പ് കിട്ടിയില്ലെങ്കിലും ഈ സ്കോളർഷിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കുറേ പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനീസും ഫൗണ്ടേഷൻസും ഒക്കെ പ്രൈവറ്റ് സ്കോളർഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് buddy4study.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ്. ഈ വെബ്സൈറ്റിൻ്റെ പർപ്പസ് തന്നെ സ്കോളർഷിപ്പാണ്. നാഷണൽ ആയിട്ടുള്ള സ്കോളർഷിപ്പ് അല്ലെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള പല ഫൗണ്ടേഷൻസിൻ്റെ പല സ്കോളർഷിപ്പ് നമുക്കിതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് ഈ വെബ്സൈറ്റിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക, എങ്ങനെയാണ് സ്കോളർഷിപ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് പറയണേനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് നിങ്ങൾ buddy4study എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ഇങ്ങനെ ഒരു സൈറ്റ് വരും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫുൾ ഇൻ്റർഫേസിൽ പല പല സ്കോളർഷിപ്സിൻ്റെ ഡേറ്റ്സും എത്ര എമൗണ്ട് ആണ് നമുക്ക് ലഭിക്കുക അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇതിൽ ഈ വെബ്സൈറ്റിൽ സ്കോളർഷിപ്സ് മാത്രമല്ല വേറെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ കാറ്റഗറീസിൽ സ്കോളർഷിപ്പ് നമുക്ക് ഇതിൽ സെർച്ച് ചെയ്യാം. ഗേൾസിന് വേണ്ടിയിട്ടുള്ളത്, മെറിറ്റ് ബേസ്ഡ്, സ്കൂൾ ലെവൽ, അങ്ങനെ കുറേ കാറ്റഗറീസ് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അനൗൺസ്മെൻ്റ് പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്കോളർഷിപ്സിൻ്റെ ലാസ്റ്റ് ഡേറ്റും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ധാരാളം സ്കോളർഷിപ്പുകളുണ്ട്. പ്രൈവറ്റായിട്ട് പല ഫൗണ്ടേഷനും പല ഇൻസ്റ്റിറ്റ്യൂഷൻസും നൽകുന്ന സ്കോളർഷിപ്പാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ HDFC ബാങ്കിൻ്റെ, അതുപോലെ SBI ബാങ്കിൻ്റെ, അങ്ങനെ കുറേ സ്കോളർഷിപ്പ് നമുക്കിവിടെ കാണാം. നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ തന്നെ കാണാം HP, അങ്ങനെയുള്ള HDFC ബാങ്ക്, അങ്ങനെയുള്ള കുറച്ച് റെപ്യൂട്ടഡ് ആയിട്ടുള്ളവർ തരുന്ന സ്കോളർഷിപ്പാണ്. ഇതിൽ രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാം, സാധാരണ ഒരു അക്കൗണ്ട് എടുക്കണ പോലെ തന്നെ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് തന്നെ സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ആയാലും കുഴപ്പമില്ല. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാം. നിങ്ങൾ ഗൂഗിൾ വെച്ചിട്ടാണെങ്കിൽ ഗൂഗിൾ വെച്ച് സൈൻ ഇൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ ലോഗിൻ ആയി കഴിയുമ്പോൾ മുമ്പ് കാണിച്ച അതേ സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസും അത് കിട്ടിയവരുടെ പേരുകളും അങ്ങനെ ഫൗണ്ടേഷൻസിൻ്റെ പേരുകൾ കുറേ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് എക്സ്പ്ലോറിൻ്റെ അവിടെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഐക്കണുമ്മ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിനെ പറ്റിയിട്ടും പ്രൊഫൈലിൽ നമ്മുടെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത സ്കോളർഷിപ്സ് കാണാൻ പറ്റും. നമുക്ക് കിട്ടിയേക്കണ സ്കോളർഷിപ്സ് ഏതൊക്കെയാണെന്ന് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് പറ്റിയ സ്കോളർഷിപ്സ്, അതാണ് മാച്ച്ഡ് സ്കോളർഷിപ്സ്, അവിടെ കുറേ സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നമ്മൾ അപ്ലൈഡ് സ്കോളർഷിപ്പ് നമ്മൾ നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ അപ്ലൈ ചെയ്ത എല്ലാ സ്കോളർഷിപ്പും അവിടെ കാണിക്കും. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ 3 ആപ്ലിക്കേഷനാണ് ചെയ്തേക്കണേ. അതിൽ രണ്ടാമത്തെ ഞാൻ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ സബ്മിറ്റഡ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഫസ്റ്റത്തെയും രണ്ടാമത്തെയും സബ്മിറ്റ് ചെയ്തിട്ടില്ല, പകുതിക്ക് വെച്ച് നിർത്തിയേക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഇൻ്റർഫേസ് കാണിക്കുക. പിന്നെ നമ്മളൊരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലിക്കേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് മെയിൽ വരും, നമ്മുടെ അപ്ലിക്കേഷൻ ID ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനുള്ളത് നോക്കാനായിട്ട് വേറെ പോകണ്ട. ഓൾറെഡി മെയിൽ വന്ന് എടുക്കുന്നുണ്ടാവും ഏത് സ്കോളർഷിപ്പിനാണ് നമ്മൾ അപ്ലൈ ചെയ്തതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ കൂടുതൽ സ്കോളർഷിപ്പ് റിലേറ്റഡ് വീഡിയോസാണ് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുത്ത് സഹായിക്കുക. ഇനി നിങ്ങൾക്ക് അവാർഡഡ് സ്കോളർഷിപ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്കോളർഷിപ്പൊക്കെ അതിൽ കാണാം. പിന്നെ മാച്ച്ഡ് സ്കോളർഷിപ്സ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാച്ചായിട്ടുള്ള സ്കോളർഷിപ്പ് കാണിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതിൽ അല്ലാത്ത സ്കോളർഷിപ്സും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ എലിജിബിലിറ്റി ആയിട്ട് മാച്ച് ചെയ്യുന്നത് ഏതാ അത് ചൂസ് ചെയ്യാം. പ്രൈവറ്റ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് ആണെങ്കിലും ഇതിനും ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യുക. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, ഈ സൈറ്റ് എത്രത്തോളം ജെന്യുവിൻ ആണെന്നുള്ള ചോദ്യം നിങ്ങൾക്കിപ്പോൾ വരും. അതിനായിട്ട് ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ സൈറ്റിനെ പറ്റിയിട്ട് തന്നെയുള്ള വീഡിയോസ് കുറേ കണ്ടിരുന്നു.
അപ്പോൾ അതിൻ്റെ കമൻസിലൊക്കെ കുറേ പേര് അവർക്കിത് കിട്ടി, സ്കോളർഷിപ്പ് കിട്ടി, 50,000 ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പറയണ കമൻസ് ഒക്കെ കണ്ടു. കുറേ പേരുടെ കണ്ടു, ഒന്നോ രണ്ടോ പേരുടെ ഒന്നുമല്ല. നിങ്ങൾക്ക് ഇനിയും ഡൗട്ട് വരികയാണെങ്കിൽ ഞാൻ അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാം. മെയിൻലി അവർ പറയുന്ന പ്രൊസീജിയർ നമുക്ക് മെയിൽ വരും അത്രേ. ഇതിന് സെലക്റ്റഡ് ആണെങ്കിൽ മെയിൽ വരും. മെയിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ സെലക്റ്റഡ് അല്ല. മെയിൽ വന്നതിന് ശേഷം ഇവരുടേതായ പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂ പാസ്സായാൽ മാത്രമാണ് നമ്മളെ അവർ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. വെറുതെ നാഷണൽ സ്കോളർഷിപ്പ് പോലെ നമുക്ക് എത്രയും പെട്ടെന്ന് എല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ട് നടന്നെന്ന് വരില്ല. പക്ഷെ ജെന്യുവിൻ ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്യുന്നു. ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എല്ലാവരും പ്രൈവറ്റ് സ്കോളർഷിപ്പ് ഉണ്ടോ, അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നതാണ്. അപ്പോൾ ഒരു കാര്യം ജെന്യുവിനാണെന്ന് അറിയാതെ ഇടാൻ പാടില്ലല്ലോ. അത് കാരണമാണ് ഡിലേ വന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി ക്വയറീസ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാം. താങ്ക് യു.